For latest news, subscribe our channel and press the bell icon. Never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ഭീകരവാദത്തിനുള്ള പിന്തുണ അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഖത്തർ മുൻപാകെ വെച്ച നിർദ്ദേശങ്ങൾ പരിഗണിക്കാതെ നിലവിലുള്ള പ്രതിസന്ധി തീരില്ലെന്ന് ബഹ്റൈൻ, സൗദി, UAE, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ പറഞ്ഞു. സംയുക്ത യോഗത്തിനു ശേഷം ബഹ്റൈൻ ബേയിലെ 4 സീസൺസ് ഹോട്ടലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രിമാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഖത്തറുമായുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള താൽപര്യം പ്രകടിപ്പിച്ച മന്ത്രിമാർ പക്ഷേ ഇക്കാര്യത്തിൽ മുന്നോട്ട് വെച്ച ഉപാധികളിൽ അനുരഞ്ജനമില്ലെന്ന് വ്യക്തമാക്കി. ഖത്തർ ഇക്കാര്യത്തിൽ പ്രതികരിക്കണം, ഭീകരതയ്ക്കുള്ള ഫണ്ട് അവസാനിപ്പിക്കുക, ഭീകരതയുമായി ബന്ധമുള്ളവർക്ക് ഇടം നൽകുന്നത് നിർത്തുക, മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടൽ അവസാനിപ്പിക്കുക തുടങ്ങിയ 13 ഇന നിർദ്ദേശങ്ങളാണ് ഖത്തറിന് മുന്നിൽ വെച്ചിട്ടുള്ളതെന്ന് ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഖലീഫ പറഞ്ഞു. പ്രശ്നപരിഹാരത്തിനായി കുവൈത്ത് നടത്തുന്ന ശ്രമങ്ങളെ മന്ത്രിമാർ പുകഴ്ത്തി. ഖത്തർ പ്രശ്നങ്ങൾ തീർക്കാനുള്ള ശ്രമങ്ങളുമായി സഹകരിക്കുന്നില്ലെങ്കിൽ കൂടുതൽ ഉപരോധങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും അവർ നൽകി. മേഖലയിലെ സ്ഥിരതയെ ബാധിക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോകുന്നുവെന്ന് ആരോപിച്ച് ജൂൺ 5-നായിരുന്നു സൗദി, ഈജിപ്ത്, ബഹ്റൈൻ, UAE ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചത്. തങ്ങളുടെ സ്വതന്ത്ര വിദേശ നയം അടിയറ വെക്കില്ലെന്ന് ജൂൺ 8-ന് തന്നെ ഖത്തർ വ്യക്തമാക്കി. ജൂൺ 23-ന് ചതുരാഷ്ട്രങ്ങൾ തങ്ങളുടെ 13 ഇന നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഖത്തറിന് 10 ദിവസത്തെ സമയം നൽകിയിരുന്നു. ഇറാനുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക, ഖത്തറിലെ തുർക്കി സൈനിക കേന്ദ്രം അടച്ചുപൂട്ടുക, അൽ ജസീറ ചാനലിന്റെ പ്രവർത്തനം നിർത്തുക, മുസ്ലിം ബ്രദർഹുഡുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു പ്രധാന നിർദ്ദേശങ്ങൾ. എന്നാൽ ജൂലൈ 1-ന് ഈ നിർദ്ദേശങ്ങൾ ഖത്തർ വിദേശകാര്യമന്ത്രി തള്ളി. ജൂലൈ 3-ന് വീണ്ടും 48 മണിക്കൂർ സമയം ഖത്തറിന് നൽകി. എന്നാൽ അതും പ്രശ്നപരിഹാരത്തിലെത്തിയില്ല. ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. ഗൾഫ് ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം.